SNDPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുകയാണ് മലപ്പുറത്തെ പറ്റി. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് ഒരു പ്രത്യേക സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഈഴവർക്ക് വലിയ പ്രാതിനിധ്യമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാകിസ്ഥാനെ പോലെയാണ് മലപ്പുറം എന്നൊരു രീതിയിലാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറയാനുള്ളത്, ഇപ്പം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് കേരളത്തിലല്ല, ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള ഉത്തർപ്രദേശിലും ബീഹാറിലും കാശ്മീരിലും അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത്. ഇപ്പം 26% കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈഴവരുടെയും, അതായത് ഹിന്ദു എന്ന് പറയുമ്പോൾ പോലും ഈഴവ സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ അപ്രമാദിത്വമുള്ളൊരു സമുദായമാണ്. 26% വോട്ട് ഷെയർ ഈഴവ സമുദായത്തിന് മാത്രമുണ്ട് ടോട്ടൽ പോപ്പുലേഷനിൽ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഈ പ്രസ്താവന തെറ്റല്ലേ? യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ അവിടെ SNDPയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിലാണ് ഇത്തരം ഒരു കാര്യം പറഞ്ഞത്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നൊരു പരിപാടിയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യം പോലെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രത്യേക രാജ്യമോ സംസ്ഥാനമോ ജില്ലയോ ആയി പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. മറ്റ് ഇതര ആളുകൾക്ക് ഒന്നും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് സമുദായ അംഗങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അവരെ ചേർത്തുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ആ കമ്മിറ്റിയിൽ പോലും എന്താണ്, അതൊരു തട്ടിക്കൂട്ട് കമ്മിറ്റി മാത്രമാണ്. എല്ലാം ഒരു വിഭാഗത്തിലേക്ക്, അതായത് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലേക്ക് മാത്രം പോകുന്ന ഒരു ജില്ലയായിട്ട് ഈ പറയുന്ന മലപ്പുറം മാറിയിട്ടുണ്ട്. ഇത് സംസ്ഥാന വ്യാപകമായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിനോട് ചേർന്ന് തന്നെ തുഷാർ വെള്ളാപ്പള്ളി മറ്റൊരു കാര്യം പറഞ്ഞു. അതായത് ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്, ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളെല്ലാം വാങ്ങുകയും ഭൂരിപക്ഷത്തെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ഭൂരിപക്ഷം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ആളുകളായി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് ഈ പറയുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ KPA മജീദ് രംഗത്ത് വരുന്നു, KT ജലീൽ രംഗത്ത് വരുന്നു, മലപ്പുറത്തെ ചില പ്രധാനപ്പെട്ട ആളുകൾ രംഗത്ത് വരുന്നു. യൂത്ത് ലീഗ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് തന്നെയാണ് കേസ് കൊടുത്തത്. അവിടെ ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാനിരിക്കും. അതായത് കേസ് കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വലിയ വർഗീയവാദമാണ്, അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ സത്യത്തിൻ്റെ എലമെന്റ് ഉണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതിയോ മറ്റു കാര്യങ്ങളൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. അവിടെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച അതേ ധൈര്യം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും DYFIയും ഇവിടുത്തെ സഖാക്കളും ഒക്കെ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ പറയുമോ എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് കാണേണ്ടത്. PC ജോർജ് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സൈബർ സഖാക്കൾ, പിന്നെ കുറേ തരത്തിലുള്ള ഇവിടുത്തെ എന്താണ് പ്രബുദ്ധ ക്യാപ്സ്യൂൾ ടീം ഉണ്ടല്ലോ, ഇവരൊന്നും തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒന്നും മിണ്ടുന്നില്ല, കണ്ടതായി പോലും നടിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മലപ്പുറത്തെ സഖാക്കന്മാരും വന്നിട്ടില്ല. അപ്പം പിണറായി വിജയന്റെ ഗവൺമെന്റിന് നട്ടല്ലുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യാൻ, വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്യാൻ നട്ടലുണ്ട്? ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ പ്രാവശ്യമൊന്നും അല്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ പറയുന്നത് പോലെ ഇവർക്ക് ആവശ്യമുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അവർ ചെയ്യില്ല. നേരെ മറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ എന്താണ് കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് മലപ്പുറം എന്ന് പറയുന്നത്, മലപ്പുറത്തെ ജില്ല, മലപ്പുറത്ത് താമസിക്കുന്ന ആളുകളെല്ലാം തീവ്രവാദികളാണോ? മലപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം മോശക്കാരാണോ? മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മലപ്പുറത്ത് നല്ല സ്നേഹമുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ആലത്തൂർ ഹനുമാൻ ക്ഷേത്രം, അതുപോലെ തൃപ്പങ്ങോട് മഹാദേവ ക്ഷേത്രം ഒക്കെ ഈ മലപ്പുറത്താണ്. തിരുനാവായ ഉൾപ്പെടെയുള്ള തിരുനാവായ നാവാമുകുന്ന ക്ഷേത്രം ഉൾപ്പെടെ മലപ്പുറത്താണുള്ളത്. ഇവിടെ ഒന്നും തന്നെ ഒരു അതിപ്രസരവും ഇവരാരും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടി രീതി സംസാരിക്കുകയോ ഒന്നുമില്ല. ഞാൻ ഈ അടുത്ത് മലപ്പുറത്ത് പോയപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഈ മുസ്ലിം സുഹൃത്ത് യുവാക്കളാണ് ആ കച്ചവടം നടത്തുന്നത്. ഞാൻ ഹിന്ദുവാണ്, എൻ്റെ കയ്യിൽ രുദ്രാക്ഷമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരെന്നോട് പെരുമാറിയൊരു രീതിയുണ്ട്, അവരെന്നോട് രാഷ്ട്രീയം സംസാരിച്ചു, അവരെന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു. പക്ഷെ അവർ ആ തരുന്നൊരു സ്നേഹമുണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പറയുമ്പോഴും മലപ്പുറത്ത് ചില സുഡാപ്പി ടീംസ് ഉണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പറയുന്ന സുഡാപ്പി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അതിൻ്റെ കേന്ദ്രമാക്കിയിട്ട് ഇപ്പോൾ സത്യസരണിയുള്ള ചില സ്ഥലങ്ങളെ കൊണ്ടുവരാൻ അവിടെയുള്ള ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ മലപ്പുറത്തോട് ചേർത്ത് വെച്ചാണോ പറയേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തത്, മലപ്പുറത്ത് ഒരു മുസ്ലിം വിഭാഗം മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അവർക്ക് മാത്രമായിട്ട് ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ, ഇതാരാ ഇത് തീരുമാനം എടുക്കേണ്ടത്? ഈ പറയുന്ന മലപ്പുറംകാരാണോ?
അല്ലല്ലോ, ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ ചങ്ങായി എന്ന് പറഞ്ഞ് നടക്കുന്ന ആരാ? പിണറായി വിജയൻ അല്ലേ? ഇത് CM-ന്റെ ഓഫീസ് പോയിട്ടല്ലേ പറയേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഈ മുസ്ലിം വിഭാഗത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയേണ്ടത് പിണറായിയോടല്ലേ? ഈ SNDP-യുടെ വോട്ട് കീർത്ത് കൊടുക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന CPM-നാണ്. പിന്നെ ഒരു വിഭാഗം കൊടുക്കുന്നത് BJP-ക്കാണ്. കോൺഗ്രസിന് ഒരു കാലഘട്ടത്തിൽ വോട്ട് കൊടുക്കരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ കണ്ണൂടാ ആർക്ക്? വെള്ളാപ്പള്ളി നടേശന്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഈ പാവപ്പെട്ട സമുദായ അംഗങ്ങളെ കൊണ്ട് CPM-ന് വോട്ട് ചെയ്യിച്ചിട്ട് CPM ഭരിക്കുന്ന 2 ടേമായി CPM ഭരിക്കുന്നു. എന്നിട്ടും ഈ സമുദായ അംഗങ്ങൾക്കൊന്നും കൊടുക്കാതെ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ അല്ലേ? എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. അതായത് BJP ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീണനം, അതായത് രാഷ്ട്രീയ പ്രീണനവും മതപ്രീണനവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീണനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മലപ്പുറത്തെ ഒരു മുസ്ലിം രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് ബാക്കിയുള്ള ആളുകളിൽ ഒരു അവമതിപ്പുണ്ടാക്കുക മുസ്ലിങ്ങളുടെ ഇടയിൽ, അല്ല മുസ്ലിങ്ങൾക്കെതിരെ. ഇപ്പോൾ മലപ്പുറത്ത് 60% മുസ്ലിംസ് ആണ് ഉള്ളത് നമുക്കറിയാം. ബാക്കിയുള്ള ജില്ലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അവിടെ 10% പോലും ഇല്ല. 10%, 15%-നുള്ളിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ജില്ലകളിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന തികച്ചും തെറ്റല്ലേ? അപ്പം മലപ്പുറത്ത് ഒരു ഭാഗത്ത് മാത്രം കൂടിപ്പോയി എന്ന് പറഞ്ഞ് ജില്ലയിലുള്ള, അതായത് സംസ്ഥാനത്തുള്ള എല്ലാ കാര്യങ്ങളും മുസ്ലിംസ് ആണ് കൊടുക്കുന്നതെന്ന് പറയുന്നതൊക്കെ വലിയ തെറ്റാണ്. അത് മാത്രമല്ല ഇവിടെ CPM ആണ് ഭരിക്കുന്നത്. CPM പിണറായി വിജയന്റെ അധീനതയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. CPM എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഒരു മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് CPM കാലാകാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും അതിനുള്ള സഖാക്കന്മാർക്ക്, അതായത് മുസ്ലിം സഖാക്കന്മാർക്ക് അത് അവർ മനസ്സിലാക്കിയാലും മനസ്സിലാക്കാത്ത രീതിയിലാണ് നടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് മതമില്ലല്ലോ, ജാതിയില്ലല്ലോ, അതുകൊണ്ടൊന്നും അവർക്ക് ഒരു വിഷയമില്ല. പക്ഷേ അത് കേരള രാഷ്ട്രീയത്തെ അത് വല്ലാതെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ എമ്പുരാൻ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. അപ്പോൾ അതിനകത്ത് ബജ്രംഗി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ മുന്നോട് പറയുന്ന ഒരു ഡയലോഗ്, ബാബ ബജ്രംഗി. അതെ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പച്ചയുള്ളത്. ഇത് നോർത്തിൽ നിന്നുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മലപ്പുറം അല്ല, കേരളം മൊത്തത്തില് പച്ചയാണ്. മുസ്ലിംസ് കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം അങ്ങ് ആലപ്പുഴ ഇരുന്ന്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ നോക്കുമ്പോൾ മലപ്പുറം മാത്രമാണ് ഒരു മുസ്ലിം പ്രാദേശിക പച്ചത്തുരുത്ത് കാണുന്നതെങ്കിൽ അങ്ങ് UP-യിലിരിക്കുന്ന മേലധികാരികൾക്ക് കേരളം മൊത്തത്തിൽ പച്ചയാണ്. ഈ ഒരു രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ BJP എന്താണോ കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെ പുള്ളി, അതായത് വെള്ളാപ്പള്ളി നടേശനും നോക്കിക്കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രീണനത്തിന്റെ ലക്ഷ്യമാണ്. കേരളത്തിലെ ജനങ്ങളെ പ്രീണിപ്പിച്ച് ഒരു രാഷ്ട്രീയ വിഭജനം, മതവിഭജനം ഉണ്ടാക്കി ഇവിടെ രാഷ്ട്രീയം പിടിക്കുക എന്ന BJP-യുടെ ഈ അജണ്ടയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ മതപ്രീണനങ്ങൾ നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കും. അപ്പം PC ജോർജൊക്കെ ഓരോ നിലപാട് പറയുമ്പോഴും ഇതൊന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വെറുതെ പോകുന്നതല്ല, ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ്. BJP ഇനി കേരളം ഭരിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന അജണ്ടയാണ്. അത് ഓരോ ആളുകളിലൂടെയും വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് ഇവിടെ ക്ലച്ച് പിടിക്കണമെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള വർഗീയത ഉണ്ടാക്കണം. ആ വർഗീയത ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മുസ്ലിംസ് എല്ലാം ഭീകരവാദികളാണ്, അല്ലെങ്കിൽ തീവ്രവാദികളാണ്, തീവ്ര മതം കൊണ്ടു നടക്കുന്ന ആളുകളാണ് മുസ്ലിംസ് എന്നൊരു നരേഷൻ മുസ്ലിംസിന് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു നരേഷൻ ബാക്കിയുള്ള സമുദായത്തിലുള്ള ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ബുദ്ധിമുട്ട് അവർക്ക് വോട്ട് ബാങ്കുകളാക്കി മാറ്റാം. പിന്നീട് അത് രാഷ്ട്രീയ കേരളത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സാഹോദര്യവും മറ്റു കാര്യങ്ങളും മതനിരപേക്ഷതയും എല്ലാം തകർത്ത് കളഞ്ഞ് ഇതിനെ സ്വന്തമാക്കാനുള്ള BJP-യുടെ ഒരു അടവ് നയം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗം മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇത് കാലക്രമേണ ഓരോ ആളുകളുടെ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നാട്ടിൻ പ്രദേശത്തുള്ള പല ആളുകളുടെ മനസ്സിൽ ഈ സാധനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അത് ആരാണ് കുത്തുന്നത്? ഇവിടുത്തെ CPM-മാർ കുത്തുന്നുണ്ട്, പല കോൺഗ്രസ്സുകാരും കുത്തുന്നുണ്ട്, BJP-ക്കാരും കുത്തുന്നുണ്ട്. ഈ കുത്തലിന്റെ ഭാഗമായിട്ട് ഓരോ ആളുകളുടെ മനസ്സിലും ഈ നരേഷൻ ചെല്ലും. മുസ്ലിംസ് എല്ലാം ഭീകരവാദികളാണ്, അവർ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരള സ്റ്റോറി പോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്? ഇതേ അജണ്ട തന്നെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വീണ്ടും 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 തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇത് നോർമലൈസ് ആകാൻ തുടങ്ങും. ഇപ്പൊ PC ജോർജ് പറഞ്ഞല്ലോ ഇവിടുത്തെ മുസ്ലിംസ് എല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. ഇതേ കൂട്ടി ഒരു 10 പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് നോർമലൈസ് ആവും. പിന്നീട് അതിനെതിരെ കേസെടുക്കത്തില്ല. ഇപ്പം ഇദ്ദേഹം ഈഴവ സമുദായം SNDP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിനെതിരെ CPM വിരൽ പോലും ഞൊടിക്കത്തില്ല. കാരണം എന്താണ്? വോട്ട് ബാങ്ക് പോവല്ലേ. വലിയ രീതിയിലുള്ള വോട്ട് ബാങ്ക് കൈകാര്യം ചെയ്യുന്ന ഇതുപോലുള്ള മത നേതാക്കന്മാർ, ഈ മത നേതാക്കന്മാരാണ് ഇന്നും കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി CPM വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും ഈ മത നേതാക്കന്മാർക്ക് അവിടെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സാധനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇവർ കോൺഗ്രസിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നത്. കാരണം കോൺഗ്രസ് എപ്പോഴും ഈ ഒരു തൂലികകളെല്ലാം ശരിയാക്കിയിട്ട്, അതായത് സമവാക്യങ്ങൾ ശരിയാക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമവാക്യം ഇല്ലാതെ ഒരു പോകത്തില്ല. ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ഒരു ഹിന്ദു കാണണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കാണണം, ഒരു SC വേണം, ഒരു വനിത വേണം. ഇങ്ങനെ സമവാക്യങ്ങൾ ശരിയാക്കി മാത്രമാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ അടിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ശരിയാക്കി ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ പറ്റുന്നത് വളരെ പാടാണ്. കാലാകാലങ്ങളായിട്ട് വരുമ്പോൾ ഇതൊരു ജാതീയതയായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജാതി വിഭജനമായിട്ട് മാറുന്നുണ്ട്. അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ CPM-നെ സംബന്ധിച്ച് അങ്ങനെയില്ല. പിണറായി വിജയൻ എന്ത് പറയുന്നോ, പിണറായി വിജയൻ ആരുടെ പേര് പറയുന്നോ അവരായിരിക്കും അടുത്ത ഭരണത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്ത് പറയുന്നോ അത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അവർക്ക് പറയുമ്പോൾ പറയാലോ ഞങ്ങൾ ജാതിയിലോ മതത്തിലോ ഒന്നും വിശ്വസിക്കുന്ന ആളുകളല്ല. പക്ഷെ അവർ കൃത്യമായിട്ട് ഈ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അതെ, ഇന്ന് രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല നേതാക്കന്മാരും ഇന്ന് വരുന്ന ജനങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം പല മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന ജാതിക്കാരൻ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ പാർലമെന്റ് വരുമ്പോൾ തിരിച്ചു മാറും. അതെ 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 അങ്ങനെ നമ്മുടെ പല ജില്ലകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിയമസഭയും പാർലമെന്റും തമ്മിലുള്ള ഒരു ഉണ്ടല്ലോ, ആ ഡിഫറൻസ് എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രം മതി. അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി നിന്ന് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ വിഭാഗത്ത് കൂടുതലുള്ള മെജോറിറ്റിയുള്ള പ്രദേശത്താണെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കും. പക്ഷേ അതിനുശേഷം പാർലമെന്റിലേക്ക് മറ്റൊരു ഹിന്ദു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അവിടെ വോട്ട് ഷെയർ കുറേ. അതെ, അപ്പുറത്തൊരു ക്രിസ്ത്യൻ അങ്ങനെ, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു നായർ ഭൂരിപക്ഷമുള്ള സ്ഥലത്താണെങ്കിൽ ഒരു നായർ സ്ഥാനാർത്ഥി നിർത്തണം, ഈഴവർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഈഴവ സ്ഥാനാർത്ഥി നിർത്തണം. ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയം ജാതി വിഭജനത്തിന്റെ പേരിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തിരുവമ്പാടി ഇലക്ഷനിൽ ലിൻഡോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുകയും അവിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും നല്ല പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വരുന്നു എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ ക്രിസ്ത്യൻസിനിടയിൽ ഒരു വിഭാഗീയ പ്രവർത്തനം നടത്താൻ CPM ശ്രമിച്ചു. എന്നിട്ട് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇറക്കി. അങ്ങനെ എന്ത് ചെയ്തു? CPM-ന്റെ വോട്ടും ക്രിസ്ത്യൻസ് വോട്ടും ചേർത്തുകൊണ്ട് അവിടെ ലിൻഡോ ജോസഫ് ജയിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. അവിടെ എന്താ നടത്തിയത്? അവിടെ ഒരു മുസ്ലിം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്കെതിരാണ് എന്ന് ഉള്ളൊരു ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് പ്രചാരണം നടത്തിയ CPM. അല്ല, ഇത് വീട്ടുകളിൽ കയറി പറയുന്നുണ്ട്. വീട്ടുകളിൽ കയറി പച്ചയായിട്ടുള്ള ജാതി പറയുന്ന രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എത്രയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നും ജാതി തുടച്ചു നീക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇവിടെ ജാതി കൊണ്ടു നടക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ജാതി ഉള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജാതി പറയരുത്, ജാതി ചോദിക്കരുത്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരായിട്ടാണ് ആദ്യം ജാതി ചോദിക്കുന്നത്. അപ്പൊ സ്വന്തം ജാതിയിലുള്ള ഒരുത്തരാണെങ്കിൽ അവനോടൊരു മമത കാണിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് ഇത് മാറ്റിയത്. ഇപ്പോഴും ഇവിടെ ജാതി നിലനിൽക്കണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, ഇവരെല്ലാം ജാതീയത കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം ജാതിയെ വോട്ട് ബാങ്കുകളുടെ രാഷ്ട്രീയമാക്കി മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട് ഈ ഒരു രീതിയിൽ വിഭജിക്കപ്പെടും. പിന്നീട് ജനങ്ങൾക്കിടയിൽ എപ്പോഴും അസാരസ്യമായിരിക്കും അവൻ ഇന്ന ജാതിയാണ്. പണ്ട് കുലഗോത്രങ്ങൾ തമ്മിൽ നടത്തിയിരുന്ന യുദ്ധങ്ങൾ പോലെ ഇനി മതങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ജാതികൾ തമ്മിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ.
ഒരു വിഭാഗം ആളുകൾ കൂടുതൽ ഉള്ള ഒരിടത്ത് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഇനി വരുന്ന കാലങ്ങൾ അത് ഉണ്ടാകും എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അവിടെ മുസ്ലിംസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഈഴവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് ആ ടോൺ പറയുന്നത്. ഇതേ കാര്യമായിരിക്കും ജനങ്ങളുടെ ഇടയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ്, ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാവരും സാഹോദര്യത്തോടെ, എല്ലാവരും സമാധാനത്തോടെ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്നത്. എല്ലാവരും ഇങ്ങനൊരു നരേഷൻ മലപ്പുറത്തിന് കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് മലപ്പുറത്തിന് മറ്റൊരു വശമുണ്ട്. അവിടെ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ മുസ്ലിം പള്ളികൾ പോലെ തന്നെ ക്ഷേത്രങ്ങൾ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞുള്ള എത്ര അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് മലപ്പുറത്തുള്ളത്. അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള ആളുകൾക്കില്ലാത്ത വിഷയമാണ് പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് വരുന്നത്. ഇത് ഈ പോപ്പുലേഷൻ കാണുമ്പോൾ അവരുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ നോർത്തിൽ നിന്ന് നോക്കുമ്പോൾ കേരളം പച്ചയാണെന്ന് പറയുന്ന പോലെ ആ ഒരു നരേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മതപ്രീണത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം മാത്രമാണിത്. തീർച്ചയായും രാഹുൽ, എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് രാഹുൽ ഇപ്പോൾ പറഞ്ഞ ഈ ജാതി കാർഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നതാരെന്നറിയോ? അത് കോൺഗ്രസോ BJPയോ അല്ല, CPM ആണ്. കൃത്യമായി എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ ജാതിയെയും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. ഈ നായികയ്ക്ക് 40 വട്ടം ഈ ജാതി എന്നാണ് അവർണൻ സവർണൻ വേർതിരിവ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് CPM മാത്രമാണ്. അവർക്കിടയിൽ ആ സ്പ്ലിറ്റേഷൻ ഇങ്ങനെ നിൽക്കണം. ഒരു സ്ഥലത്ത് പോയിട്ട് പറയും കോൺഗ്രസ് എന്ന് പറയുന്നത് സവർണന്മാരുടെ പാർട്ടിയാണ്, NSSന്റെ ഭാഗമാണ് എന്ന് പറയും. കാരണം മറ്റു ഭാഗത്ത് പോയിട്ട് പറയും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് SNDPക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് പറയുന്ന രീതി CPMനുണ്ട്. പിന്നെ പല സൈഡിലും പോയിട്ട് നിങ്ങൾ കീഴാളരായിരുന്നു, നിങ്ങൾ താഴ്ന്ന വിഭാഗക്കാരായിരുന്നു, ഈ താഴ്ന്ന വിഭാഗക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുത്തത് ഞങ്ങളാണ്, തേങ്ങയാണ്. ഇവിടെ ഈ സമരങ്ങൾ പുന്നപ്രവയലാർ സമരത്തിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമരങ്ങളിൽ ഒന്നും തന്നെ CPMന്റെ ഒരു പങ്ക് പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു, CPM ആണോ നടത്തിയത്? അല്ലല്ലോ, അന്നും കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന പോലെ ഗുരുവായൂർ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നില്ല. വില്ലുവണ്ടി സമരം, അതായത് കുറെ കാലം മുമ്പ് ഈ പറയുന്ന അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം അടക്കം നടത്തിയ സമയത്ത് അതും CPMന്റെ പേരിലാണുള്ളത്. ഈ തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് ഈ പറയുന്ന എല്ലാവർക്കും ക്ഷേത്രപ്രവേശന വിളംബരം നൽകി, അന്ന് അതും CPMന്റെ പേരിലാണുള്ളത്. ആളുകളെല്ലാം വിചാരിക്കുന്നത് ഇതൊക്കെ CPM നേടുന്ന അവകാശമാണ് എന്നാണ്. സത്യത്തിൽ ചരിത്രം പഠിക്കാതെ, ചരിത്രത്തെ അറിയാതെ CPMന്റെ ഒരു പുന്നപ്രവയലാർ സമരവും കൊണ്ട് എല്ലാം അതാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു കപടമായിട്ടുള്ള ഒരു ചരിത്രം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ CPM. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും BJPക്കും ഒന്നും നമ്മുടെ ഈ ഒരു സ്ഥാനത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നാണ് ആൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇലനക്കി നായർ പിന്നെ പുറത്തടിക്കും, ഉശിരുള്ള നായർ മണിയടിക്കുമെന്ന് പറഞ്ഞത് AK ഗോപാലനാണെങ്കിൽ ആ AK ഗോപാലൻ അന്ന് കോൺഗ്രസിലായിരുന്നു എന്നുള്ള കാര്യം ആര് മനസ്സിലാക്കുന്നില്ല? ഈ പറയുന്ന CPM മനസ്സിലാക്കില്ല. ആ ഗോപാലൻ പോലും, ആ AKG പോലും ഞങ്ങളുടെ ആളാണ്, അതുകൊണ്ട് ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് പറയുന്ന ആളുകളാണ്. എന്തായാലും ഇത് പറഞ്ഞു പോയാൽ തീരില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഈ മലപ്പുറത്തെയും അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുപുറത്ത് ഈ മീഡിയ വണ്ണും അതിന്റെ ഔട്ട് ഓഫ് ഫോക്കസും സുഡാപ്പികളും ഇതൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഭയങ്കര തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മറുഭാഗത്തും കൂടെ നടക്കുന്നുണ്ട് എന്നതും കൂടെ നമ്മൾ കാണുന്നത്.